പെബ്ലിങ്സ്, നിബ്ലിങ്സ് കേൾക്കുമ്പോൾ തന്നെ നല്ല പ്രായമുണ്ടല്ലേ? പക്ഷേ ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? യെസ്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് സിബ്ലിങ്സ്. സിബ്ലിങ്സ് സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് നിങ്ങളുടെ ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടോയെന്ന്. അപ്പോൾ നിങ്ങളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച സിബ്ലിങ്സോ അതെന്താ? വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ബ്രദറോ സിസ്റ്ററോ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നതാണ് സിബ്ലിങ്സ് ഉണ്ടോയെന്ന്. ബ്രദറിനെയോ സിസ്റ്ററിനെയോ നമ്മൾ റെഫർ ചെയ്യുന്നതാണ് സിബ്ലിങ്സ്. ഓക്കെ, അപ്പോൾ ഈ പിബ്ലിങ്സും നിബ്ലിങ്സ് എന്താ നോക്കിയാലോ? ഇനി നിങ്ങളുടെ അങ്കിൾസിനെയും ഓണ്ടിനെയും ഒക്കെ നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിബ്ലിങ്സ്. എന്താണ് പിബ്ലിങ്സ്? അതാണ് നിങ്ങളുടെ പാരൻസിന്റെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടാവില്ലേ, അവരെ നമ്മൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിബ്ലിങ്സ്. അപ്പൊ ഇനി നിബ്ലിങ്സ് എന്താ? അതായത് നിങ്ങൾക്ക് നീസ് അതുപോലെ തന്നെ നെഫ്യൂസ് ഉണ്ടാവും അല്ലെ? ഈ നീസിന് നെഫ്യൂസിനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ട് പറയുന്നതാണ് നിബ്ലിങ്സ്. എന്താണ്? നിബ്ലിങ്സ്. അതായത് നിങ്ങളുടെ ബ്രദറിനോ സിസ്റ്ററിനോ മക്കൾ ഉണ്ടാവില്ലേ, അവരാണ് നമ്മൾ നീസ് അല്ലെങ്കിൽ നെഫ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ നീസിനെ നെഫ്യൂനെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ട് പറയുന്നതാണ് നിബ്ലിങ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും നിബ്ലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ബ്രദറിനോ സിസ്റ്റേഴ്സിനോ മക്കളുണ്ടോ, അവരാരാണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഈ നിബ്ലിങ്സോ പിബ്ലിങ്സോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, പെട്ടെന്ന് ഇതോർത്ത് പറഞ്ഞാൽ മതി. ഇനി ആരും നിങ്ങളുടെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലൊക്കെ ചോദിച്ചോളൂ. ആൻഡ് കം ഡു ഫോളോ സ്പീക്കിഫൈ.